ആൻഡ്രോയിഡ് ഗെയിംസും പി സി കളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പൊളിയായിരിക്കും. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലൂ സ്റ്റാക്സും നോക്സും ഒക്കെ വെച്ചായിരുന്നു പണ്ട് ഫ്രീ ഫയറും പബ്ജി ഒക്കെ കളിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ഗൂഗിൾ ഒഫീഷ്യലി അവരുടെ ഗൂഗിൾ പ്ലേ വിൻഡോസിന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ബീറ്റ ഫേസിലാണ്, പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ സെറ്റപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ പ്ലേ ഫോർ വിൻഡോസ് എന്ന് സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്, അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ബീറ്റ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് വിൻഡോസിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഒരു 3-4 മിനിറ്റ് എടുക്കും മൊത്തം ഇൻസ്റ്റാൾ ആയി വരാൻ. ഇൻസ്റ്റാളൊക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തന്നെ ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് അവിടെ സൈൻ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഗൂഗിൾ പ്ലേ നിങ്ങളുടെ വിൻഡോസിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ റിക്വയർമെന്റിലേക്ക് വരുവാണെങ്കിൽ മെയിനായിട്ടും 4 കോറെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ 2 കോർ ആണെങ്കിലും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഗെയിമിംഗ് പെർഫോമൻസിൽ ഒരു ചെറിയൊരു ലാഗ് ഉണ്ടാവും. പിന്നെ ഇന്റൽ ചിപ്സിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും AMD യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഗെയിം റൺ ചെയ്താക്കാം. ഓക്കെ, അങ്ങനെ റൺ ചെയ്യുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ബാക്കിയുള്ളവരെയും അറിയിക്കുന്നത് അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെയാണ് ഇൻ്റർഫേസ് വരുന്നത്. നിങ്ങളുടെ ഫോണിലെ ആ ഒരു ഗൂഗിൾ പ്ലേ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഗൂഗിൾ പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗെയിംസിൻ്റെ ഏകദേശം ഡിസൈൻ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ലൈബ്രറി കാണാം, അതുപോലെ തന്നെ സ്റ്റോർ സെർച്ച് ഒക്കെ കാണാൻ പറ്റും. സെർച്ചിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ ഗെയിംസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, പ്ലേ സ്റ്റോറിൽ കാണുന്ന എല്ലാ ഗെയിംസും ഇതിനകത്ത് വന്നിട്ടില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, ഇതിനകത്തുള്ള ഗെയിംസ് എല്ലാം കമ്പ്യൂട്ടറിന് വേണ്ടി അല്ലെങ്കിൽ പി സിക്ക് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിൻഡോസ് പി സിയിൽ ഇത് വർക്കാവും. പിന്നെ ആ ഒരു പ്രൊസസ്സറിൻ്റെ റിക്വയർമെൻറ്റ് പ്രശ്നം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പെർഫോമൻസ് ലാഗ് ഉണ്ടാവും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളുടെ ആ ഒരു സ്പെക്ക് അത്യാവശ്യം അടിപൊളി ഹൈ എൻഡ് സ്പെക്ക് ആണെങ്കിൽ ഈ ഗെയിമൊക്കെ നൈസായിട്ട് റൺ ആവും. മെയിനായിട്ട് പ്ലേ സ്റ്റോറിൽ കാണുന്ന ഹൈ എൻഡ് ഗെയിംസ് ഉണ്ടല്ലോ, ആ ഒരു ആസ്പാൾട്ട് 9, ലോർഡ് മൊബൈൽ, അങ്ങനത്തെ കുറേ ഗെയിംസും നമുക്ക് ഈ ലൈബ്രറിയിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളിപ്പം 2 കോറുള്ള ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഒരു സിസ്റ്റത്തിൽ ഹൈപ്പർ വൈസർ ഓഫ് ആണെങ്കിൽ അത് ഓൺ ചെയ്യേണ്ടി വരും. ഈ ഹൈപ്പർ വൈസർ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ആൻഡ്രോയിഡ് ആപ്സും അതുപോലെ തന്നെ വെർച്വൽ മെഷീൻസ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടെക്നോളജിയാണ് ഈ ഹൈപ്പർ വൈസർ. അപ്പോൾ ഇത് ഓൺ ചെയ്യേണ്ടി വരും. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ആ ഒരു ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇത് സെറ്റപ്പ് ചെയ്യാൻ ഗൂഗിൾ പ്ലേ തന്നെ നമ്മളോട് പറയും. അത് ആ ഒരു പ്രോംപ്റ്റ് അനുസരിച്ച് പോയാൽ മതി. അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും, ആ ഒരു പ്രോംപ്റ്റ് ഒക്കെ വരും. അവിടെ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഗൂഗിൾ പ്ലേ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹൈപ്പർവൈസർ സെറ്റാക്കി തരും. ഇനിയിപ്പോൾ ഗെയിം പ്ലേയുടെ കാര്യം വരുവാണെങ്കിൽ എൻ്റെ ഉള്ള സിസ്റ്റം അത്യാവശ്യം പഴയ ഒരു സിസ്റ്റം തന്നെയാണ്, 4 കോറിൻ്റെ സിസ്റ്റമാണ്. പക്ഷേ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഗെയിംസിൽ ഗ്രാഫിക്സ് ലോ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും. ലോ ആയും അല്ലെങ്കിൽ മീഡിയം സെറ്റിങ്സിലൊക്കെ നൈസായിട്ട് അത്യാവശ്യം ഫ്രെയിം ഡ്രോപ്സ് ഇല്ലാതെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഹൈ എൻഡ് ഗെയിമാണെന്ന് നിങ്ങൾ വിചാരിക്കുമെങ്കിലും ആൻഡ്രോയിഡ് ഗെയിംസിനെ വിൻഡോസിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോംപ്ലക്സിറ്റി ഉണ്ട്. അതൊക്കെ നമ്മുടെ പ്രോസസ്സറും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളുടെ നല്ലൊരു ഹൈ എൻഡ് ഡിവൈസും അതുപോലെ നല്ല ഗ്രാഫിക്സ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗെയിമൊക്കെ പുല്ല് പോലെ ഓടും. അപ്പോൾ എന്തായാലും ഇന്റൽ ആയാലും അതുപോലെ തന്നെ AMD ആയാലും ലോ എൻഡ് ഡിവൈസ് ആയാലും ഹൈ എൻഡ് ഡിവൈസ് ആയാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ആൻഡ്രോയിഡ് ഗെയിംസ് ഒക്കെ ഈ കീബോർഡും മൗസൊക്കെ വെച്ച് കളിക്കാന്ന് പറയുമ്പോൾ, പിന്നെ ഒരു PC സെറ്റപ്പിൽ കളിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മെയിനായിട്ടും കളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ആൻഡ്രോയിഡ് ഗെയിം ഉണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യുന്നത് അടിപൊളിയായിരിക്കും, അത് എനിക്ക് കളിക്കാമല്ലോ. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ആൻഡ്രോയിഡ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലേക്ക് വരാൻ പോവാണ്. ഈ ഒരു ഒക്ടോബർ 4-ാം തീയതി അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 14 ലോഞ്ച് ആവുന്നതാണ്. ഇത് പിക്സൽ ഡിവൈസിൻ്റെ കൂടെയാണ് ലോഞ്ച് ആവുക. അപ്പം പിക്സൽ ഡിവൈസിനെ പറ്റിയും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 14 പറ്റിയും ചെറുതായിട്ട് പറയുന്നൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, ജസ്റ്റ് കണ്ടു നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുന്നത് നൈസായിരിക്കും. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു തോട്ട്സൊക്കെ. അപ്പോൾ ബൈ.